കഴിഞ്ഞ ക്രിസ്മസ് ഞാൻ മാധ്യമം പറയാൻ പാടില്ലല്ലോ, മാധ്യമങ്ങളിൽ വായിച്ചത് തൃശ്ശൂരിലെ MLA യും മേയറും ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ട് തിരിച്ചു വന്നു. ഞാനത് അവര് സബ്സിഡി ഇല്ലാത്ത സാധനം പോയി ഉദ്ഘാടനം ചെയ്ത് വഷളാകാരിക്കാൻ അവർ നോക്കിക്കാണും. ശരിയാണെങ്കിൽ മാധ്യമ വാർത്ത. എന്തായാലും കേരളത്തിലെ ക്രിസ്മസ് ഫെയറിൽ പല ചന്തകളിലും ഈ സാധനങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുണ്ടാകാതിരിക്കാനുള്ള കാരണം എന്താ? യഥാർത്ഥത്തിൽ ഞങ്ങൾ മന്ത്രിക്കെതിരായിട്ടാണോ ഈ നോട്ടീസ് കൊണ്ടുവന്നിരിക്കുന്നത്? ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയുമായിരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. പക്ഷെ ഇത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാവുമ്പോൾ ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരണ്ടേ? അതിന് കേന്ദ്രത്തിനെതിരെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ടോ? കഴിഞ്ഞ 7.5 കൊല്ലമായിട്ട് എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത്, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കഴിഞ്ഞ 7.5 കൊല്ലമായിട്ട് മാത്രം ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സ്ഥാപനമല്ല. അതിനു മുമ്പും മാറി വന്ന സർക്കാരുകൾ പ്രത്യേകമായ പരിഗണന കൊടുത്ത് ഏറ്റവും നന്നായി നടത്തിയിട്ടുള്ള